ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഇന്ന് പകൽക്കാലം ആയിരിക്കാൻ ദൈവയുടെയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ കുറിക്കൊള്ളേണ്ടതുമായിട്ടുള്ള ദൈവവചന ഭാഗങ്ങളാണ് നമ്മൾ വിവരിച്ച് കേട്ടത്. സ്നേഹം എന്ന സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രങ്ങളുമൊക്കെ നമുക്ക് സാധാരണഗതി വിഭാവനം ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള സ്നേഹവും പ്രകടനങ്ങളും ഒക്കെയാണ് എന്ന് വേറെ ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരാൾ ഭവനത്തിലേക്ക് കടന്നു വരുന്നു, വളരെ നല്ല വാക്കുകൾ കൊണ്ട് ഒന്ന് എൻ്റർടൈൻ ചെയ്യുന്നു, ഒന്ന് ഭക്ഷിക്കാനായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രമോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കുന്നു, സാമ്പത്തികമായ ചില സഹായങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ സ്നേഹം എന്നുള്ള സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ. ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. എന്നാൽ ദൈവവചനത്തിൽ പറയപ്പെടുന്ന സ്നേഹം അത് ദൈവസ്നേഹത്തെക്കുറിച്ചാണെന്നും നമ്മുടെ സ്നേഹങ്ങളൊന്നും ഒരിക്കലും ആ ദൈവസ്നേഹത്തിൻ്റെ അടുത്ത് എത്തുകയോ അല്ലെങ്കിൽ എന്താണ് ഈ ദൈവസ്നേഹം എന്ന് ഗ്രഹിക്കാൻ തന്നെ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ചിത്രമാണ് യോഹന്നാൻ നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. നമ്മുടെ പല എക്സ്പ്രഷൻസും അത് ശരിയായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാം, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചതെന്ന് ഒന്ന് വിഭാവനം ചെയ്യാൻ പോലും നമുക്ക് പലപ്പോഴും കഴിയരുത്. നമ്മളിപ്പം ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എനിക്കിപ്പം ഞാൻ അബ്രഹാം പാസ്റ്ററോട് പറയാം, അബ്രഹാം പാസ്റ്റർ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് പലപ്പോഴും അബ്രഹാം പാസ്റ്ററിനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്, പാസ്റ്ററെ കൊണ്ട് അതുകൊണ്ട്, അല്ലെങ്കിൽ ബിജ ബ്രദറിനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളൊരു നിലയിലാണ്. എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ഈ സ്നേഹം എന്നുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും വിവക്ഷിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്കറിയാമല്ലോ, നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ലെങ്കിലും, നിങ്ങളെക്കൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും നേടാനില്ലെങ്കിലും, നിങ്ങളെക്കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള ചില സങ്കുചിതമായ ചില താല്പര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് എനിക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാറില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് യൂസിങ് ദ പീപ്പിൾ, അല്ലെങ്കിൽ നമുക്ക് ചില ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത്രയും നാളത്തേക്ക് ഒരാളോട് വലിയ അടുപ്പവും പ്രതിപത്തിയും ഒക്കെ കാണിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും. ഇന്നലെ ഞാൻ ഒരു സഹോദരനെ കുറിച്ച് ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പം നമുക്ക് വളരെ പരിചയമുള്ളൊരു ആളാണ്. അദ്ദേഹത്തിന് ചില ആവശ്യങ്ങളുള്ള സമയത്ത് പെട്ടെന്ന് വരികയും പെട്ടെന്ന് ചില സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുകയും നമ്മളോട് ക്ലോസ് ആയിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ സഹോദരൻ എങ്ങോട്ട് മുങ്ങുന്നെന്ന് എനിക്കറിയാം. എന്ന് മാത്രമല്ല, അത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയേ അല്ല, പിന്നെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെക്കൊണ്ട് എനിക്ക് ഇനി ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങളുടെ യാതൊരു ഒത്താശ എനിക്ക് വേണ്ട എന്നുള്ള നിലയിൽ കട്ട് ഓഫ് ചെയ്തു പോകുന്ന ചില വ്യക്തികളെ ഞാൻ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പണ്ട് കാലത്തുള്ളതാണെങ്കിൽ പോലും പല സ്നേഹബന്ധങ്ങളും ഇന്നും ഞാൻ തുടരുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്, വല്ലപ്പോഴും ഒന്ന് വിളിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ആണെങ്കിൽ പോലും ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾക്ക് പരിചയമുള്ള വളരെ പ്രായാധിക്യത്തിലിരിക്കുന്ന 95 വയസ്സുള്ള ഒരു ദൈവദാസനെ പോയി കണ്ട് അദ്ദേഹത്തോടു കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് രാത്രിയിൽ മടങ്ങി വരാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തെ കൊണ്ടൊന്നും സാധിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലൊന്നുമല്ല. എന്നാൽ അദ്ദേഹത്തെ പോയി കാണുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അനുഭവങ്ങളും ഒക്കെ കേൾക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് വളരെ എൻകറേജിങ് ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എൻകറേജിങ് ആണ്. ആ നിലയിൽ പോയി മടങ്ങി വരാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്കറിയാം, കർത്താവും താൻ പ്രകടിപ്പിച്ച സ്നേഹം എന്ന് പറയുന്നത്, ഇപ്പം ചില ആൾക്കാരൊക്കെ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ദൈവമക്കൾക്ക് തീരെ സ്നേഹമില്ല എന്ന്. അവർ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങളാരും ഇങ്ങനെ
മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടുള്ള നിലയിൽ വലിയ സോഷ്യൽ വർക്കുകൾ ചെയ്യുന്നില്ല, ചില അന്നദാനങ്ങൾ നടത്തുന്നില്ല, അതുപോലെ മറ്റു പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നവരല്ല എന്ന് കർത്താവ് പറയുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കിന്ന് കാണാനായിട്ട് കഴിയും. എന്നാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ പലരുടെയും സ്നേഹം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയെ വയറിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി സ്നേഹിക്കുക, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചില ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള സ്നേഹം, അല്ലെങ്കിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ നേടിയെടുക്കാനുള്ള സ്നേഹമല്ല. മറിച്ച് കർത്താവ് ഒരു വ്യക്തിയെ സ്നേഹിച്ചതുപോലെ ഉള്ള ഒരു സ്നേഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് ഒരു വ്യക്തിയെ എങ്ങനെ സ്നേഹിച്ചോ ആ സ്നേഹം കൊണ്ട് സ്നേഹിക്കണം എന്നാണ് ഇവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ സ്നേഹത്തിൻ്റെ ചില എക്സ്പ്രഷൻസ് ആയിട്ട് ലോകം കാണിക്കുന്ന ചില കട്ടായങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ അവരെ സ്നേഹിച്ചു, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ ഇന്നതുപോലെ സാമ്പത്തിക സഹായം ചെയ്തു എന്നൊന്നുമല്ല നമ്മൾ പറയാനായിട്ട് നമ്മളെ കൊണ്ട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി നരകത്തിൽ വീഴാതെ വണ്ണം, ആ വ്യക്തി നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം, ദൈവം അവന് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗത്തെ അറിയാൻ തക്കവണ്ണം അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെടേണ്ട നിലയിൽ അവനെ സ്നേഹിച്ചു. എനിക്ക് ഒരു പാപിക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് പറ്റത്തില്ല, എന്നാൽ പാപിക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവുണ്ട്. ആ സ്വയം തന്നെത്താൻ പാപികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത, തൻ്റെ സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, പാപികൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ ആ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുന്നത്. എനിക്ക് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു. എന്നെ ഒത്തിരി എൻ്റെ ഭാരങ്ങൾ മാറ്റിക്കളയുന്ന ഒരു വാക്യമായി ഇന്ന് നമ്മൾ ഹെഡിങ് ഇട്ട്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. അപ്പം നമ്മളിന്ന് കാണിക്കുന്ന പല സ്നേഹങ്ങളും പല എക്സ്പ്രഷൻസും ഒന്നും യഥാർത്ഥത്തിൽ അതിൻ്റെ പൂച്ചെന്താണെന്നുള്ളത്, അതിൻ്റെ മാറ്റെന്താണെന്നുള്ളത്, അതിൻ്റെ ആ സ്നേഹം എന്തുമാത്രം ഉണ്ടെന്നും അതൊക്കെ എന്തൊക്കെ പ്രകടനങ്ങളാണെന്നും പ്രകടനങ്ങൾക്കപ്പുറം അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് എന്തുമാത്രം ഉണ്ടെന്നുള്ളതും ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ കർത്താവ് പറഞ്ഞു, നമുക്കറിയാമല്ലോ, കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പം ദൈവത്തിൻ്റെ വചനം ഒന്നാമെന്ന് നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങൾ സ്നേഹം എന്നുള്ള നിലയ്ക്ക് ചില പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് വരുത്തുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തെന്ന് മറ്റുള്ളവരെ കാണിക്കാനെന്നോണം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിനും മനുഷ്യനെ സ്നേഹിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ട്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നല്ല പറയുന്നത്, ലോർഡ് ഐ നീഡ് യു എന്നാ പറയുന്നത്. നിങ്ങൾ ഒരു മനുഷ്യനോട് ഐ ലവ് യു എന്ന് പറയുമ്പം പറയുന്നത് ഐ നീഡ് യു ഫോർ സം പർപ്പസസ്, നിന്നെ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി എനിക്ക് ആവശ്യമുണ്ടെന്നുള്ളതാണ് പറയുന്നത് എന്ന് നമുക്ക് ദൈവത്തിന് നിശ്ചയമായിട്ടും അത് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാ കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല. അപ്പം നമുക്കൊരു കാര്യം വളരെ ഉറപ്പായിട്ട് ഇതാക്കാം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നീ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ആദാമ്യമായിട്ടുള്ള, നമ്മുടെ മാനുഷികമായിട്ടുള്ള ചില സ്നേഹവും അതിൻ്റെ വികാരവും ആവേശവും പ്രകടനങ്ങളും കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് വരുത്തണം എന്നല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ ദൈവസ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് അത് വ്യാപരിക്കത്തക്കവണ്ണം ഈ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കണം എന്നുള്ളതാ കർത്താവിന് നമ്മളോട് ഒന്നാമത് പറയാനായിട്ടുള്ളത്. ഈ സ്നേഹം അനുഭവിച്ചില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് ഒരു വ്യക്തി അനുഭവിച്ചില്ലെങ്കിൽ, അവൻ്റെ ജീവിതകാലത്ത് അവൻ ഈ ദൈവസ്നേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാനും കഴിയത്തില്ല, ഈ ദൈവസ്നേഹത്തെ അനുകരിക്കാൻ കഴിയത്തില്ല, ദൈവസ്നേഹത്തെ ഏതെങ്കിലും നിലയിൽ പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. അവൻ്റെ മാനുഷികമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പരമാവധിയായിട്ടുള്ള ഒരു ഈറോട്ടിക്കായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫീലിയോ എന്ന് പറയുന്ന പോലെ മാനസിക തലത്തിലുള്ളതോ സ്നേഹിതനോടുള്ളതും പോലെയൊക്കെയുള്ള ആ നിലവാരത്തിലുള്ളതല്ലാതെ ഒരു അഗപ്പേ ഗോഡ്സ് ലവ് പ്രകടിപ്പിക്കാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിക്കല്ലാതെ, ക്രിസ്തുവിൻ്റെ കാൽവരി സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിക്കല്ലാതെ വേറൊരു വ്യക്തിക്ക് അത് കഴിയത്തില്ല. ഇത് സ്വയം പ്രകടിപ്പിക്കാനോ സ്വയം അനുകരിക്കാനോ സ്വയം ഉള്ളിൽ നിന്ന് കൊണ്ടുവരാനോ കഴിയുന്ന ഒരു സ്നേഹമല്ല.
ദൈവസ്നേഹം നമ്മളിലേക്ക് വന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് പോകണം എന്നുള്ളതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഈ ദൈവസ്നേഹം നമ്മളിൽ വന്ന് നിറഞ്ഞിട്ട് അത് ഉറവയായി പുറത്തേക്ക് പോകണം എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മളായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കർത്തൃത്വവും നമുക്കില്ല, നമ്മുടെ ജയപരാജയങ്ങളുടെ അതും നമുക്കില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ അതിന് ഉത്തരവാദി അല്ലെന്നല്ല പറയുന്നത്. കാരണം ദൈവത്തിന്റെ സ്നേഹം ഇത്രമാത്രം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ടിട്ടും അതറിയാനോ അനുഭവിക്കാനോ ഇടയാകാതെ നമ്മൾ പിന്നെയും നമ്മുടെ ചുരുങ്ങിയ മാനുഷിക സ്നേഹത്തിൽ മാത്രം നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ തെറ്റ് തന്നെയാണ്. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നവർ എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പം ഈ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എഫേസ്യരിൽ വായിക്കുന്നു, നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചുകൊള്ളുവിന്, എല്ലാ സൽഫലവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം എന്ന് നമ്മൾ എഫേസ്യർ എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നു. അപ്പോൾ ഈ ദൈവസ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്കറിയാം, പലപ്പോഴും ഇന്ന് സ്നേഹം 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 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു വഴിയോര പ്രസംഗം പോലെ പ്രസംഗിക്കുവാണെങ്കിൽ ഒത്തിരി പേർക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ്. കണ്ടില്ലേ, അവരുടെ സങ്കുചിതമായ ഇതിൽ നിന്നൊക്കെ മാറി വിശ്വസ്നേഹത്തെക്കുറിച്ചും ഒക്കെയാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മളെ ഒരുപക്ഷെ അത്തരം കാഴ്ചപ്പാടുള്ളവരെ നിരാശപ്പെടുത്തുന്ന പോലുള്ള ഒരു വാക്കാണ് യോഹന്നാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 9-ാം വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രൻ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പം ദൈവത്തിന് പറയാനുള്ള സ്നേഹവും ദൈവത്തിന് നമ്മളോട് കാണിച്ചു തരാനുള്ള സ്നേഹവും എന്ന് പറയുന്നത് ഈ നിലയിലുള്ള മനുഷ്യൻ്റെതായിട്ടുള്ള ചില പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹത്തെക്കുറിച്ചല്ല. നമുക്കറിയാം, കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് എത്രയോ വിശക്കുന്ന ആൾക്കാർ ലോകത്തുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയുമല്ല. എന്നാൽ കർത്താവ് അപൂർവം ചില അവസരങ്ങളിൽ കർത്താവ് 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് ആൾക്കാരെ പോഷിപ്പിക്കുകയും അതുപോലെ കർത്താവ് അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയോ ഒക്കെ ചെയ്തു. എന്നാൽ എല്ലാ ദിവസവും ആശുപത്രി നടത്തുകയോ എല്ലാ ദിവസവും സൗഖ്യമാക്കിയതായിട്ട് വായിക്കുന്നില്ല. ചില ദിവസങ്ങളിൽ സൗഖ്യമാക്കിയില്ലെന്നും ചില ദിവസങ്ങളിൽ അപ്പം കൊടുത്തില്ല എന്നും. അതിന്റെ കാരണമെന്ന് പറയുന്നത് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിന് വേണ്ടി അവര് പ്രയത്നിക്കാനും അതിനുവേണ്ടി അന്വേഷിക്കാനും വേണ്ടിയാണ് കർത്താവ് അത് കൊടുക്കാതിരുന്നത് എന്നും അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് 12 പേരോട് ചോദിച്ചു, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും കർത്താവേ? നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ കണ്ടും അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടത് ഈ നിത്യജീവന്റെ വചനങ്ങളാണ്. അപ്പം ശരീരത്തിന് വിശപ്പുള്ളതുപോലെ മനസ്സിന് ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എന്റർടൈൻമെന്റും അതുപോലുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ദൈവത്തോടുള്ള ആ കമ്മ്യൂണിക്കേഷനും വേണ്ടി വെമ്പുന്ന ഒരു ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ഈ ആത്മാവിന്റെ നീടും കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്നേഹമാണ് കർത്താവ് സ്നേഹിച്ച്. അല്ലാതെ ഒരു ഞാൻ വയറ് മാത്രം കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ചില ഉല്ലാസങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ നിലയിലുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിച്ച ഒരു കർത്താവല്ല. വാ നിങ്ങൾക്കെല്ലാം ഞാനൊരു മോണോ ആക്ട് കാണിച്ചു തരാം, മെമിക്രി കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു ഓട്ടംതുള്ളൽ കാണിച്ചു തരാം എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് ചെയ്ത ഭൗതികമായിട്ടുള്ള അത്ഭുതങ്ങളും അദ്ദേഹം പറഞ്ഞ ഉപമകളും കഥകളും അല്ലെങ്കിൽ ചില ഇല്ലസ്ട്രേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആത്യന്തികമായിട്ട് അവന് ദൈവത്തെ ആവശ്യമുണ്ട്, ദൈവത്തെ അവൻ ആവശ്യമാണ്, ദൈവത്തെ കൂടാതെ നിനക്കൊരിക്കലും പൂർണ്ണനായിരിക്കാൻ കഴിയുകയില്ല എന്ന് വിരൽ ചൂണ്ടുന്ന നിലയിലുള്ള ഒരു ആ നിലയിലുള്ള ഒരു സ്നേഹമാണ് കർത്താവ് പ്രകടിപ്പിച്ചത്. അല്ലാതെ നിനക്ക് എന്തോ വേണേലും ചെയ്തോ, ദൈവത്തെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോ, ഇല്ലെങ്കിൽ സ്വീകരിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു സ്നേഹമല്ല കർത്താവ് ഇവിടെ പ്രകടിപ്പിച്ചത്. ഇവിടെ വ്യക്തമാക്കി പറയുകയാണ്, ഈ സ്നേഹത്തെ അന്വേഷിക്കുന്നോ, സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നോ, സ്നേഹത്തെക്കുറിച്ച് ആരായുന്നോ, എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ സ്നേഹം തൻ്റെ പുത്രൻ ക്രൂശിൽ പ്രകടിപ്പിച്ച സ്നേഹമാണ്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നാം അവൻ്റെ പുത്രനെ അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രത്യക്ഷമായി. തൻ്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദ ഹയസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് ലവ്.
ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനം ക്രൂശിലാണ് ഉണ്ടായത്. അല്ലാതെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴോ രോഗികളെ സൗഖ്യമാക്കിയപ്പോഴോ ഒന്നുമല്ല അതുണ്ടായത്. ക്രൂശിൽ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി പിടഞ്ഞ് എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത്, എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ലോകത്തിൽ പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത ആ സ്നേഹത്തെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഏറ്റവും ഉദാത്തമായ സ്നേഹം. അപ്പൊ സ്നേഹം 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 എന്ന് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് എളുപ്പമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കൊരു പറ്റിയ ഒരു അബദ്ധം ഇന്നും ഞാൻ ഓർക്കുക. എൻ്റെ വിവാഹവേളയിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള രീതിയിലൊക്കെ ഇത് നടത്തണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച്, അങ്ങനെ അന്നത്തെ കാലത്ത് 28 വർഷം മുന്നേ, അന്നത്തെ കാലത്ത് ദൈവദാസൻ കൈ പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ കുറച്ചൊരു ഗാനമേള ട്രൂപ്പ്, ഇതൊക്കെ എല്ലാ സ്വത്രാഴ്ച കേട്ടോ, അല്ല കാരണം ഈ ഗാനമേള എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതപ്പെട്ടു പോരുത്. ഞാൻ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന വ്യക്തിയോട് പറഞ്ഞു, ഒരു ലൈം ജ്യൂസും ഒരു 2 ബിസ്ക്കറ്റും കൊടുത്തുള്ള പരിപാടിയേ ഉള്ളൂ, അതിനുള്ള ബജറ്റേ ഉള്ളൂ, തീരെ നമ്മൾ ചുരുങ്ങിയ ബജറ്റിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വന്ന് ആ ഹോളിൽ കയറിയപ്പോഴുണ്ട് അവിടെ ഈ ഏതാണ്ട് നമുക്കറിയാമല്ലോ, ഈ ഓർക്കസ്ട്രക്കാർ അടിക്കുന്ന ഒരു കിണ്ണമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇട്ട് അടിയൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം അവള് വിചാരിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ഹോള് തെറ്റിപ്പോയി എന്നുള്ളത്. അപ്പം മനസ്സിലായി. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കണ്ണൂരുള്ള ഒരു ഗ്രൂപ്പ് വന്ന് ഫ്രീ ആയിട്ട് പാട്ട് പാടുകയും ഒക്കെ ചെയ്ത് അന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് 2 പേർക്ക് സാക്ഷ്യം പറയാനായിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ വന്നേക്കുന്നത് കൂടുതലും ഞങ്ങളുടെ ചുറ്റുപാടുമൊക്കെയുള്ള രക്ഷിക്കപ്പെടാത്ത വ്യക്തികളാണ് വന്നേക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. ദൈവമക്കളും ചുരുക്കമായിട്ട് വന്നിട്ടുണ്ട്. അന്നാണ് നമ്മുടെ സഹോദരൻ സാജു ജോൺ മാത്യു, അദ്ദേഹത്തെ ഞാൻ വിളിച്ചതൊന്നുമല്ല, അദ്ദേഹം നേരെ കയറി വന്ന് സ്റ്റേജിൽ കയറി വന്ന് പ്രസംഗിച്ചേച്ച് അദ്ദേഹം പോകുന്ന പോക്ക് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പം സാക്ഷ്യം പറയാൻ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ദൈവം എന്ന് പറഞ്ഞു, എന്നാൽ ക്രിസ്തു എന്ന് പ്രത്യേകം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളട്ടെ, സുവിശേഷം എല്ലാവരും ഗ്രഹിക്കട്ടെ, ദൈവം രൂപാന്തരപ്പെടുത്തി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അബദ്ധത്തിൽ ഞാനും പോലും ശ്രദ്ധിച്ചില്ല, വളരെ ചുരുങ്ങിയ നിമിഷങ്ങളെ ഉള്ളായിരുന്നു. എന്നാൽ നീ ഭയങ്കര തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആ സ്റ്റേജിൽ വെച്ച് തന്നെ ഒരു കർത്താവിൻ്റെ ദാസൻ എന്നെ വന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നീ ഈ 5 മിനിറ്റ് സമയം നിനക്ക് കിട്ടിയിട്ട് എൻ്റെ ക്രിസ്തുവിനെ നീ ഉയർത്താതെ, സുവിശേഷം ഉയർത്താതെ, നീ ജനറലൈസ് ചെയ്ത് സ്നേഹം എന്ന് നീ പറഞ്ഞില്ലേ, ആ വലിയ അബദ്ധമാണ് നീ ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണത്തിൻ്റെ ആ സ്റ്റേജിൽ വെച്ച് തന്നെ, അവിടെ വെച്ച് തന്നെ ഒരു വലിയൊരു ശാസന അദ്ദേഹത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി. അത് വളരെ അർത്ഥവത്തായിരുന്നു. അത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാനത് ജനറലൈസ് ചെയ്ത് ഈ ടേംസിലൂടെ അല്ല പറയാനാണ്. ഇന്ന് പലർക്കും നമ്മൾ ഈ ഉപയോഗിക്കുന്ന ജനറലൈസ് ചെയ്ത് ഈ ടേംസ് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചൊരു തൃപ്തിയാണ് അവർക്കൊക്കെ. അവൻ ദൈവമെന്നും സ്നേഹമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുക. എന്നാൽ ക്രിസ്തുവിലേക്കും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും വരുമ്പം ലോകം വിചാരിക്കുന്നത് ഒരു സങ്കുചിതത്വമാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളുടെ കാര്യമാണോ പറയുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചല്ലേ പറയുന്നത്? ഇന്നലെ എനിക്കൊരു ഗ്രൂപ്പുകാർ 4 വട്ടം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒഫീഷ്യലായിട്ട് എൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, എന്നാൽ ശരിക്കുള്ള ബർത്ത്ഡേ വേറൊരു ദിവസമാണ്. നമുക്കറിയാമല്ലോ, പണ്ട് സ്കൂളിൽ ചേർക്കുന്ന ഒരു ബർത്ത്ഡേയാണ് ഇന്നലെ. അപ്പം അവരത് കണ്ടുപിടിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, അന്നദാനം ചെയ്യൂ എന്നും പറഞ്ഞ് എനിക്കിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സുവിശേഷത്തെ എതിർക്കുകയും സുവിശേഷത്തിന് എതിര് പറയുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ എനിക്കിങ്ങനെ, അതുകൊണ്ട് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണം, 1000 രൂപ ഡൊണേറ്റ് ചെയ്തതിൽ ഇത്ര പേർക്ക്, 2000 രൂപ ഡൊണേറ്റ് ചെയ്തതിൽ ഇത്ര പേർക്ക് എന്നും പറഞ്ഞ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ജനറലൈസ് ചെയ്ത സ്നേഹത്തിലും ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ലോകത്തിന് അക്സെപ്റ്റബിളാണ്, എത്ര നിലയിലും അക്സെപ്റ്റബിളാണ്. എന്നാൽ സത്യം ക്രിസ്തുവിലാണ് ഉള്ളതെങ്കിലും നമ്മൾ ക്രിസ്തു എന്ന് പറയരുത്, അവൻ്റെ നാമത്തെ എടുക്കരുത്. എന്നാൽ ദൈവത്തിന് പ്രസന്റ് ചെയ്യാനുള്ളത്, ദൈവത്തിന് ഏത് മനുഷ്യൻ്റെയും മുന്നിൽ അവൻ്റെ എല്ലാ ആത്മീയവും ഭൗതികമായ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ദൈവത്തിന് പ്രസന്റ് ചെയ്യാനുള്ളത് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് വഴിയും സത്യവും ജീവനുമായിട്ടുള്ള ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ വേറൊന്നിനെ കുറിച്ചുമില്ല. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ. നമുക്ക് ഇവിടെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, നമുക്ക് കാണാനായിട്ട് കഴിയും. 9-ാം വാക്യവും 10-ാം വാക്യവും നാം വായിക്കുമ്പോൾ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു.
അപ്പൊ സാക്ഷാൽ സ്നേഹം എവിടുന്നാ കണ്ടത്? മറ്റു നിലകളിൽ ഒന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലുള്ള ചില അപ്പം ഇതാക്കിയപ്പോഴോ, വെള്ളം വീഞ്ഞാക്കിയപ്പോഴോ, അല്ലെങ്കിൽ അപ്പം മുറിച്ചു കൊടുത്തപ്പോഴോ, രോഗികളെ സൗഖ്യമാക്കിയപ്പോഴോ അല്ല കണ്ടത്. പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ക്രൂശിൽ മറുവിലയായിട്ട് തന്ന അവിടെയാണ് ആ സ്നേഹം കാണാനിടയായി തീർന്നത്. അപ്പം അത് ഈ ലോകം അത് സങ്കുചിതത്വമാണെന്ന് കാണുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ എല്ലാ വിശാലതയും, മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുടെ എല്ലാ അടിസ്ഥാനവും വിശാലതയും കാണുന്നത് ഈ ക്രൂശിലാണ്. നോക്കിയാട്ടെ, സമയം പോകുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്ന ഇത് എന്നിട്ട് പറയുക, അവൻ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കേണ്ടതാകുന്നു. നാം അവനിൽ വസിക്കുന്നു എന്നു, ആത്മാവിനെ തന്നു എന്നും നാം അറിയുന്നു. അവൻ വിശ്വസിച്ചുമിരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുന്നു. അപ്പൊ എന്ത് നിലയിൽ സ്നേഹിക്കാനായി പറയുന്നത്? വേറെ ഏതെങ്കിലും നിലയിൽ ഇന്നത്തെ ഈ ലോകം കാണിച്ചു തരുന്ന രീതിയിൽ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് പാലം കടക്കുവോളോ ഇന്നത്, പാലം കടന്നു കഴിഞ്ഞാൽ അങ്ങനെയെന്നുള്ള സ്നേഹം കാണിക്കാനല്ല പറയുന്നത്. കർത്താവ് നമ്മളെ സ്നേഹിച്ച് തന്നെത്താൻ സൗരഭ്യവാസനയായി അർപ്പിച്ചതുപോലെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ ഉള്ള സ്നേഹത്തിൽ നടക്കാനാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ സ്നേഹമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചിരി മുഴുവൻ കോട്ടി കാണിക്കത്തില്ല, ഒരു ചെറിയ കോട്ടി കാണിക്കും. ചിലർ ഒന്ന് ചിരിച്ചു, ഞാൻ പ്രധാനം കണ്ട് ചിരിച്ചു എന്ന് കാണിക്കും. അത് തൊട്ട് അതുപോലുള്ള പല എക്സ്പ്രഷൻസ് കാണിക്കാനല്ല പറയുന്നത്. ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും ഈ ലോകം ഇന്ന് കാണിക്കുന്ന പല എക്സ്പ്രഷൻസ് നമ്മൾ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും പ്രതിഫലേച്ഛ കൂടാതുള്ള സ്നേഹം സ്നേഹിക്കാനാ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമുക്ക് എന്തോ ചെയ്യാൻ കഴിയുന്നതെന്നുള്ളതല്ല. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചതിൻ്റെ പ്രതി, എൻ്റെ കർത്താവ് നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചല്ലോ, അതുകൊണ്ട് ഞാനും എൻ്റെ സഹോദരനെ നീ സ്നേഹിച്ച നിലയിൽ സ്നേഹിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. അവൻ എനിക്ക് എന്നാ ചെയ്തു തരും, അവൻ എനിക്ക് എന്നാ പകരം ചെയ്യും എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു സ്നേഹമല്ല. മറിച്ച് കർത്താവ് അവന് പകരം ചെയ്താലും പകരം ചെയ്തില്ലേലും, ഇന്ന് ഞാൻ നന്മ ചെയ്യുന്നവൻ നാളെ എനിക്കെതിരെ നിന്നാലും, അവൻ എനിക്കെതിരെ വർത്തമാനം പറഞ്ഞാലും, ഇന്ന് ഞാൻ ഈ നന്മ ചെയ്യുന്നവൻ നാളെ എന്നെക്കുറിച്ച് എനിക്ക് ടോട്ടലി എന്നെ മാനസികമായി വിഷമിപ്പിക്കുന്ന നിലയിലുള്ള ചില സ്റ്റാൻഡുകൾ എടുത്താലും, കർത്താവെ നിന്റെ സ്നേഹത്തിൽ ഞാൻ അവനെ സ്നേഹിക്കും. ഇതാ ദൈവസ്നേഹം. ഒരുത്തന്റെ പൂർണ്ണത നോക്കിയിട്ട് സ്നേഹിക്കുന്ന സ്നേഹമല്ല, അവന്റെ അപൂർണതയും അവന്റെ കുറവുകളും അവന്റെ ബലഹീനതകളും മാനുഷികമായിട്ടുള്ള വീഴ്ചകളും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ ഉൾക്കൊള്ളാനും അവനെ സഹോദരനായിട്ട് എണ്ണാനും ക്രിസ്തു സ്നേഹിച്ച നിലയിലുള്ള സ്നേഹം നമ്മളിൽ നിന്ന് നമ്മളാൽ എത്ര ആകുമോ അത് ആ നിലവാരത്തിൽ അത് പ്രകടിപ്പിക്കാൻ, ആ നിലയിൽ സ്നേഹിക്കാനാ പറയുന്നത്. ആദ്യം നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹം അറിയണം, കർത്താവിന്റെ സ്നേഹത്തെ അറിയണം. ഈ പാപികളെ തേടി, ഞാൻ പണ്ട് തൊട്ടേ ഞങ്ങൾ കണ്ണൂരൊക്കെ ഭാഗത്തൊക്കെ പരസ്യത്തിന് പാടുന്ന ഒരു പാട്ട്, എൻ്റെ യേശുവേ നീ എത്ര നല്ലവൻ, നീ എത്ര മാധുര്യവാൻ, കാരുണ്യവാൻ, നിൻ സ്നേഹമോർത്താൽ എന്തൊരത്ഭുതം, ഹാ നിത്യമാം സ്നേഹമേ എന്ന് 10, 35, 40 വർഷമൊക്കെ മുന്നേ ഞങ്ങൾ പരസ്യങ്ങൾ പല തെരുവുകളിലൊക്കെ നിന്ന് പാടിയിട്ട് ആ ഗാനമാണ് ഇന്ന് ആദ്യമായിട്ട് ഞാൻ വെക്കാനിടയായിത്തത്. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. കാരണം പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ഈ കൊടുത്തതിലും വലിയ സ്നേഹമോ, അതിനേക്കാളും വലിയ സ്നേഹം ഉണ്ടോ? ആശിഷ് പാസ്റ്റർ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ അബദ്ധത്തെ കൈകൊണ്ടതാണ്? എന്തായാലും ഇൻവൈറ്റ് ചെയ്യുക. നമ്മുടെ ഗുജറാത്തിൽ നിന്നുള്ള ഒരു പാസ്റ്റർ, ഞാൻ പറഞ്ഞ് നിർത്തിക്കോട്ടെ. അപ്പം ഈ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയാട്ടെ, അപ്പം അവന്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. ആ സ്നേഹം അറിഞ്ഞിട്ട് അതേ നിലവാരത്തിൽ നമ്മളെ സ്നേഹിക്കണം. എനിക്ക് 2 സ്നേഹങ്ങളെക്കുറിച്ച് അവിടെ പ്രത്യേകം എഴുതിയേക്കുന്നത് എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കാനിടയായി തീർന്നു. ഒന്ന്, ന്യായവിധിയുടെ ഭയത്തെ ജയിച്ചിട്ട് പ്രശംസിക്കാൻ കഴിയുന്നതായിട്ടുള്ള സ്നേഹം, ന്യായവിധി ദിവസത്തിൽ ധൈര്യമുണ്ടാക്കുന്നതായിട്ടുള്ള സ്നേഹം. നമുക്കറിയാമല്ലോ, നമ്മളെ ഈ സ്നേഹിച്ച ഈ കാൽവരി സ്നേഹത്തെ അക്സെപ്റ്റ് ചെയ്യാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ന്യായവിധിയിൽ ധൈര്യം ഉണ്ടാവത്തില്ല. എന്ന് മാത്രമല്ല, നമുക്ക് ദൈവസന്നിധിയിൽ പറയാനുള്ള ഏറ്റവും വലിയ കാര്യം തന്നെ
നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പുത്രന്റെ രക്തത്താൽ നമുക്ക് അവനോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം എത്ര അധികം നാം നാം രക്ഷിക്കപ്പെടും എന്നുള്ളത് റോമർക്ക് എഴുതുന്ന ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ദൈവത്തിന്റെ രക്ഷയും രക്ഷയുടെ ഉറപ്പിനെ കുറിച്ചും ഉള്ള വാക്കുകൾ നമ്മളവിടെ വായിക്കുന്നത്. വളരെ നമുക്ക് അഷ്വർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് റോമർക്ക് എഴുതുന്ന ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. 2 വാക്യങ്ങൾ മാത്രമേ ഞാൻ അവിടെ വായിക്കുന്നുള്ളൂ. ഒന്നിപ്പം ഞാൻ ഇപ്പം ഈ പറഞ്ഞ വാക്യം അവിടെ നമ്മൾ വായിക്കുകയാണ്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്നും ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും അത്ര എന്ന് അവിടെ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വസിക്കേണ്ട സ്നേഹം എന്താണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ന്യായവിധി ദിവസത്തിൽ ധൈര്യമുണ്ടാകാൻ തക്കവണ്ണം നമ്മൾ വസിക്കേണ്ട സ്നേഹം എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നത്? എന്നെ ദൈവം സ്നേഹിച്ചത് ഇതുപോലെ ഒരു സ്നേഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൽ വസിക്കുന്നത്. അല്ലാതെ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, കർത്താവെ, അർഹതയില്ലാത്ത സ്ഥാനത്ത് നൽകപ്പെട്ട ഇത്ര വലിയ അംഗീകാരത്തിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇതൊക്കെ നൽകപ്പെട്ടത് ഒരു യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, അർഹതയില്ലാത്ത സ്ഥാനത്താണ് ഇത് നൽകപ്പെട്ടത്. ആ അനുഭവത്തിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്നതാ ഈ സ്നേഹത്തിൽ വസിക്കുന്നതായിട്ടുള്ള അനുഭവം. പ്രിയപ്പെട്ടവരെ, ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അനേക നിലയിൽ നമ്മുടെ രക്ഷയെ തകർക്കുന്ന നിലയിലുള്ള ആ തെറ്റായ ചിന്തകൾ ശത്രു നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുകയും നമ്മെയും നമ്മുടെ രക്ഷയെയും സംശയിക്കത്തക്കതും തള്ളിക്കളയുന്ന നിലയിലും അതിനെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ ആക്കി തീർക്കുന്നതുമായിട്ടുള്ള പോരാട്ടങ്ങൾ പലതും നമുക്കുണ്ട്. എന്നാൽ നമ്മൾ ധ്യാനിക്കേണ്ട ദൈവസ്നേഹം എന്ന് പറയുന്നത് ഈ റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ ഈ പറഞ്ഞേക്കുന്നത് പോലുള്ള സ്നേഹമാണ്. റോമർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവനാ. അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 8-ാം അധ്യായം, ക്രിസ്തു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ എന്ന് അവിടെ പറയും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കുന്നതാണ്. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ എന്നെ നീതീകരിക്കുന്നത് എൻ്റെ ദൈവമാണ്. പണ്ട് ആരാണ്ട് ഇടമറുകനോട് ചോദിച്ച പോലെ, ക്രിസ്തു മരിച്ചത് കൊണ്ട് എങ്ങനെയാണ് എൻ്റെ പാപം മോചിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചതോടുകൂടെ പുള്ളി എന്ന സൺഡേ സ്കൂൾ അധ്യാപക പരിപാടി നിർത്തിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് ക്രിസ്തു മരിച്ചത് കൊണ്ട് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്? കാരണം അവനാണ് ന്യായാധിപതി. ഈ ന്യായാധിപതിക്ക് ഏത് നിലയിലുള്ള മോചനമാണ് പാപത്തിന് ഉണ്ടാകേണ്ടത് എന്ന് കൽപ്പിക്കാനുള്ളതും തീരുമാനിക്കാനുള്ളതുമായ അവകാശവും അധികാരവുമുണ്ട്. അത്ര സിമ്പിൾ ആ കാര്യം. അതുകൊണ്ടാണ് ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് കൊണ്ട് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്. വേറെ ആരെങ്കിലും ആണത് പറഞ്ഞതെങ്കിൽ ശരിയായിരുന്നു, ഈ പറഞ്ഞ കാര്യം ശരി. എന്നാൽ അവൻ തന്നെയാണ് ന്യായം വിധിക്കാൻ പോകുന്ന ന്യായകർത്താവും അവൻ തന്നെയാണ്. അപ്പം ഈ സ്നേഹത്തിൽ വസിക്കുമ്പം ഈ ന്യായവിധിയുടെ ആ ഭയത്തിൽ നിന്ന് നമ്മളെ ഇത് മോചിപ്പിക്കുകയും അവൻ വെളിപ്പെടുന്ന ദിവസം നമുക്ക് ധൈര്യമുണ്ടാകുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്നേഹമാണ് ഈ സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത് അവിടെ വായിക്കുക, പൂർണ്ണമായ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഈ ഭാഗം പറയുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന വചനഭാഗം തന്നെയാണ് എൻ്റെ മനസ്സിലും കടന്നു വരുന്നത്. ഇയ്യോബിന്റെ കാര്യം ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു. അപ്പം ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന്, ഞാൻ ഈ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കൊണ്ട് ദൈവത്തെ ഇങ്ങനെ മയക്കി, ദൈവത്തെ ഇങ്ങനെ സ്വാധീനിച്ച് എൻ്റെ മേത്ത് ഒരു പൈശാചികമോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുന്നത്, അനുഗ്രഹങ്ങളല്ല ശാപങ്ങളോ അതുപോലുള്ള തിന്മയോ വരാതെ വണ്ണം ഞാനിങ്ങനെ ദൈവത്തെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഇങ്ങനെ യാഗങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ വെച്ചേക്കുക. അങ്ങനെ ഞാൻ ആ ചെയ്യുന്നത് കൊണ്ട് ആ ദൈവം കൃപയിൽ ഞാൻ നിലനിൽക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്.
എന്ന് മാത്രമല്ല, ഇതിൽ ഏതെങ്കിലും ഒന്നിന് മുടക്കം വന്നാൽ ഉടനെ അവരുടെ ഹൃദയം അങ്ങ് ഭാരപ്പെടാൻ തുടങ്ങും. അയ്യോ, എൻ്റെ മക്കൾക്ക് അങ്ങനെ പറ്റൂ, എൻ്റെ ഇന്നടത്ത് ഇങ്ങനെ പറ്റൂ എന്നൊക്കെ പേടിച്ച് ഇരിക്കുന്ന ഇയ്യോബിനെ പോലുള്ള ഒത്തിരി ദൈവഭക്തന്മാരുണ്ട്. എന്നാൽ ഞാനത് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഞാനത് എൻ്റെ ദൈവത്തെ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അവൻ എന്നോട് ഡിമാൻഡ് ചെയ്തത് കൊണ്ടോ അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ടോ ഞാൻ ചെയ്യുന്നതല്ല, എനിക്ക് അവനോടുള്ള സ്നേഹം നിമിത്തം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും, ഏതെങ്കിലും ഭാഗത്ത് എവിടെങ്കിലുമൊക്കെ കുറവ് വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ കൃപ അതൊക്കെ നോക്കാനും സൂക്ഷിക്കാനും എന്നെ താങ്ങി നടത്താനും ശക്തനാണെന്ന് ഉറയ്ക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അതാ ഇയ്യോബ് പറയുന്നത്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഞാൻ നിന്നെ ഇപ്പോൾ കണ്ണാലേ ഞാൻ കാണുന്നു. നീ ഇതുപോലെ സ്നേഹമുള്ളവനും കരുതുന്നവനുമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ വിചാരം നിന്നെ എന്തൊക്കെയോ ചെയ്ത് പ്രസാദിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ വിചാരം. എന്നാൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവെ, നിന്നെ പ്രസാദിപ്പിക്കുകയൊന്നും അല്ല. കാരണം പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നേ തന്നെ നീ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരുവോ ഇല്ലയോ എന്ന് ഉള്ള ഒരു പിടിവലിയിലല്ല ഞാൻ നിന്നോട് ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് എൻ്റെ ദൈവം, എനിക്ക് എന്ത് നന്മ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നോ അതിനേക്കാളും അപ്പുറം എനിക്ക് നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത്. അതാണ് എനിക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറയാനുള്ളത്. അതാണ് സാത്താൻ എൻ്റെ ഹൃദയത്തിൽ അനേക ചോദ്യങ്ങൾ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഉയർത്തിപ്പിടിക്കാനായിട്ടുള്ളത്. അല്ലാതെ തെരുവോ തെരിയല എന്നുള്ളൊരു ടഗ് ഓഫ് വാർ മനസ്സങ്ങോട്ട് മുന്നോട്ട് പോകാനല്ല. എൻ്റെ ദൈവം ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും അധികം നന്മ എനിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല പിതാവ് എനിക്കുള്ളത്. അവൻ്റെ പരിജ്ഞാനത്തിൽ വളരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവർ, എന്തൊരു ദൈവസ്നേഹമാണ്! നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് സ്നേഹിച്ച സ്നേഹം, നമ്മൾ ഡിമാൻഡ് ചെയ്യാതെ നമ്മുടെ ആ കാര്യങ്ങളെ അറിയുന്ന സ്നേഹം. ആ സ്നേഹത്തിന്റെ നിറവിലാ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ നടത്താനും ആ സ്നേഹം കൊണ്ട് നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കാനുമാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായി ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.